ഹായ് ഡിയേഴ്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചി യൂണിവേഴ്സിറ്റി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഇൻ്റഗ്രേറ്റഡ് MSc സയൻസിൻ്റെയും BTech ലാറ്ററൽ എൻട്രി പ്രോഗ്രാമിൻ്റെയും സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണിത്. അപ്പോൾ അതിലെന്തൊക്കെയാണ് പറയുന്നത് നമുക്ക് നോക്കാം. സ്പോട്ട് അഡ്മിഷൻ ടു ദി വാക്കൻറ്റ് സീറ്റ്സ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് MSc ഇൻ സയൻസ് ആൻഡ് BTech ലാറ്ററൽ എൻട്രി പ്രോഗ്രാംസ് ഓഫ് കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഈസ് ഷെഡ്യൂൾഡ് ടു ബി കണ്ടക്റ്റഡ് ഓൺ 1st ഡിസംബർ 1 നടക്കുക. അപ്പോൾ ത്രൂ ഓൺലൈൻ മോഡായിരിക്കും. ആൻഡ് ദ രജിസ്ട്രേഷൻ ഫോർ ദി സെയിം വിൽ ബി ഓപ്പൺ ഫ്രം 5 PM on 27 November to 5 PM on 28 November 2020. അതായത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. രജിസ്ട്രേഷൻ നാളെ വരെയാണ് സമയം, നാളെ 5 മണി വരെ. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ചെയ്യാം കേട്ടോ. ദോസ് കാൻഡിഡേറ്റ്സ് ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ഫോർ അഡ്മിഷൻ ടു ദീസ് പ്രോഗ്രാംസ് ക്യാൻ രജിസ്റ്റർ ഫോർ സ്പോട്ട് അഡ്മിഷൻ ത്രൂ ലിങ്ക് എനേബിൾ ഇൻ ദെയർ ഹോം പേജ്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് MSc ഇൻ്റഗ്രേറ്റഡ് സയൻസിൻ്റെയും ലാറ്ററൽ എൻട്രിയുടെയും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കെല്ലാം സ്പോട്ടിനെ രജിസ്റ്റർ ചെയ്യാം. The registered candidates will be called for an online meeting in the order of their rank, and they will be considered for admission to the vacant seats on the basis of their eligibility. റാങ്ക് ബേസിസിലായിരിക്കും ഓൺലൈൻ മീറ്റിങ്ങിന് വിളിക്കുക. പിന്നെ ഒരു എലിജിബിലിറ്റി അനുസരിച്ചായിരിക്കും അഡ്മിഷനും കിട്ടുക. ഇത് മുമ്പുള്ളവരുടെ ഒക്കെ ചാൻസ് കഴിഞ്ഞിട്ട്. അപ്പോൾ ദി ഡീറ്റെയിൽസ് ഓഫ് ദ ഓൺലൈൻ മീറ്റിംഗ് അലോങ് വിത്ത് ദ മീറ്റിംഗ് ലിങ്ക് വിൽ ബി സെൻഡ് ടു ദി രജിസ്റ്റേർഡ് ഇമെയിൽ അഡ്രസ് ഓഫ് ദി കാൻഡിഡേറ്റ്. ഇമെയിൽ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. ആ ഇമെയിൽ ID-യിലേക്കായിരിക്കും മീറ്റിങ്ങിൻ്റെ പറ്റിയ ഡീറ്റെയിൽസും ലിങ്കെല്ലാം വരിക. Those candidates called for online meeting and failed to log in before the stipulated joining time will not be considered for admission in the particular spot admission. ഓൺലൈൻ മീറ്റിങ്ങിന് വിളിച്ചിട്ട് സമയത്ത് ലോഗിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷന് വേണ്ടിയിട്ട് ആ സ്പോട്ട് അഡ്മിഷന് വേണ്ടി കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നെറ്റും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കുക, നെറ്റൊക്കെ കറക്റ്റാണോ എന്ന്. ഇഫ് അലോട്ടഡ് കാൻഡിഡേറ്റ്സ് need to upload the stipulated certificates and remit the prescribed fee that the day itself through candidates home പേജിലൂടെ തന്നെ ഇത്രയും പെട്ടെന്ന് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് ഫീ പേ ചെയ്യണം. ഇഫ് ഫെയിൽ ടു ഡു സോ അലോട്ട്മെൻറ്റ് ഗിവൻ ടു ദി കാൻഡിഡേറ്റ് വിൽ ബി ക്യാൻസൽ ആൻഡ് ഹി ഓർ ഷീ വിൽ നോട്ട് ബി കൺസിഡർ ഫോർ ഫർദർ സ്പോട്ട് അഡ്മിഷൻ. അത് ചെയ്തില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ആവുകയും ചെയ്യും, പിന്നെ അടുത്ത അലോട്ട്മെൻറ്റിന് കൺസിഡർ ചെയ്യുകയും ചെയ്യില്ല. The second spot admission for SC/ST candidates also will be held simultaneously on these days. SC/ST കാൻഡിഡേറ്റ്സിനുള്ള സെക്കൻഡ് സ്പോട്ട് അലോട്ട്മെൻറ്റും ഈ ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ കൂടെ നടക്കും. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് MSc BTech ലാറ്ററൽ എൻട്രി നോക്കുന്നവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഫ്രണ്ട്സിനൊക്കെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ ഇൻഫർമേഷനായി അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അതുവരെയും ബൈ.